ഈ വീഡിയോ കാണുന്ന ഏവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ. നിങ്ങളെല്ലാവരെയും IAGM യക്കോബയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ കോളത്തിൽ വളരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ് ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ലഭിച്ചതായ അന്യഭാഷ എന്നുള്ള വിഷയം. ഇത് ക്രിസ്ത്യാനികളെ ആകമാനം, വിശേഷാൽ ആത്മീക ജനങ്ങളെയും മറ്റുള്ളവരെയും വളരെ ചിന്തിപ്പിക്കുന്ന, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിഷയമാണ്. ഇതിനെക്കുറിച്ചുള്ള ധാരാളം തർക്കവാദങ്ങളും വിവാദങ്ങളും ഉപദേശങ്ങളും വ്യാഖ്യാനങ്ങളും ധാരാളം എഴുന്നിട്ടുണ്ട്. പലരും അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്നുള്ള പദത്തിൽ അതിൻ്റെ മൂലഭാഷയായ ഗ്രീക്ക് പദത്തിൽ കൊടുത്തിരിക്കുന്ന പദം ഗ്ലോസ എന്നുള്ള പദമാണ്. ഈ ഗ്ലോസ എന്നുള്ള പദത്തിന് അന്യഭാഷ എന്നല്ല, മറിച്ച് ഒരു ഭാഷ, എ ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. തൻ്റെ സ്വന്തം ദേശത്ത് നിന്ന്, സ്വന്തം സ്ഥലത്ത് നിന്ന് വ്യത്യസ്ത രീതിയിൽ വേറൊരു ഭാഷയിൽ സംസാരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അതറിയപ്പെടാത്ത ഭാഷ. എന്നാൽ ഒരു വ്യക്തി താൻ ഇതുവരയ്ക്കും സംസാരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഗ്ലോസ എന്നുള്ള പദത്തിന് അന്യഭാഷ എന്നല്ല, ഭാഷ എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഭാഷകളുടെ ആരംഭം എവിടെയാണ്? പഴയ നിയമം വായിക്കുമ്പോൾ ആദം മുതൽ നിമ്രോത്ത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഭാഷയാണ് ലോകത്തിൽ നിലനിന്നത്. ആദ്യ മനുഷ്യനായ ആദം ദൈവത്തോട് അവൻ സംസാരിച്ചു. ഏത് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് തിരുവചനം വ്യക്തമല്ല. പിന്നീട് നിമ്രോത്തിന്റെ കാലം വരയ്ക്കും അവർ ഏത് ഭാഷയിലാണ് സംസാരിച്ചു എന്നുള്ളത് തിരുവചനത്തിലൂടെ വ്യക്തമല്ല. എന്നാൽ പിൽക്കാലത്തുള്ള ചരിത്ര പശ്ചാത്തലം, അബ്രഹാമിൽ നിന്ന് ഇങ്ങോട്ടുള്ള ചരിത്ര പശ്ചാത്തലം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ അവരൊക്കെ എബ്രായ ഭാഷയാണ് സംസാരിച്ച് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആയതിനാൽ ആദാം ദൈവത്തോടുകൂടെ സംസാരിച്ചു. അത് ആദാം പറഞ്ഞത് ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട്, ദൈവം പറയുന്നത് ആദമിനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആദമിൽ നിന്ന് നിമ്രോത്ത് വരെയുള്ള കാലഘട്ടങ്ങളിൽ എബ്രായ ഭാഷ തന്നെ സംസാരിച്ച് കാണും എന്നാണ് പൊതുവുള്ള അഭിപ്രായം. എന്നാൽ രണ്ടാമത്തത്, നോഗയുടെ ജലപ്രളയം കഴിഞ്ഞിട്ട് നോഗയുടെ കാലത്തിന് ശേഷം അവന്റെ ചെറുമകനായ നിമ്രോത്തിന്റെ കാലഘട്ടം വരുമ്പോഴാണ് ഒരു ഭാഷയ്ക്ക് പകരം വിവിധ ഭാഷകൾ ഉടലെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചു നോക്കുമ്പോൾ നിമ്രോത്ത് ഒരു വലിയ ഗോപുരം, ബാബേൽ എന്നുള്ള സ്ഥലത്ത് പണിയുവാനിടയായിത്തീർന്നു. ആ ഗോപുര പണി നടക്കുമ്പോൾ അതിനെ പണിയുവാൻ വിടാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി അവരുടെ ഭാഷകളെ കലക്കിക്കഴിഞ്ഞു. അങ്ങനെ അന്ന് മുതലാണ് വിവിധ ഭാഷകൾ ലോകത്തിൽ മുഴുവനും വ്യാപരിപ്പാനിടയായിത്തീർന്നു. മൂന്നാമത്തത്, യെശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്ത് ദൈവം യെശയ്യാവിലൂടെ പറയുന്ന ഒരു പദമുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 28-ാം അധ്യായം 11-ാം
വാക്യത്തിൽ ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു. അതെ, വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. യെശയ്യാവിലൂടെ ദൈവം അന്യഭാഷയിലൂടെ സംസാരിക്കും എന്ന് പ്രവചനാത്മാവിൽ യെശയ്യാവിനോടുകൂടെ വെളിപ്പെടുത്തി. ദാനിയേലിന്റെ കാലഘട്ടത്ത് ബെൽഷസ്സർ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ചുവരിൽ ദൈവത്തിന്റെ ഒരു കൈപ്പത്തി വെളിപ്പെട്ട് അവിടെ ഒരു അന്യഭാഷ എഴുതുവാനിടയായി തീർന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ മെനെ മെനെ തെക്കേൽ ഉപാർഷിൻ എന്നുള്ള ഒരു ബെൽഷസ്സർ രാജാവിന് അറിയപ്പെടാത്ത ഒരു ഭാഷ എഴുതി. പുതിയ നിയമത്തിൽ യേശു ഒരു ബാലികയെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ തലിത്താകൂമി എന്നുള്ള പദം ഉപയോഗിച്ചു. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ, മത്തായി 27-46-ാം വാക്യത്തിൽ യേശുക്രിസ്തു ക്രൂസിൽ കിടക്കുമ്പോൾ ഏലി ഏലി ലാമ സബക്താനി എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അത് കേട്ടവർക്ക് മനസ്സിലായില്ല. മൂന്നാമത്തത്, പെന്തക്കോസ്തേ പെരുന്നാളിൽ സെയ്യോൻ മാളികമുറിയിൽ കൂടിയിരുന്ന 120 മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി അവരെല്ലാവരും അന്യഭാഷകളിൽ വിവിധ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നവിടെ കാണാൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. തന്നെയുമല്ല, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി അവർ അന്യഭാഷകൾ സംസാരിച്ചു എന്ന് കാണാൻ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എഫെസോസിലുള്ള വിശ്വാസികൾ അവരുടെ മേൽ അപ്പോസ്തലനായ പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. നിമ്രോത്തിന്റെ കാലത്തിൽ ബാബേൽ ഗോപുരം പണിത സമയത്ത് ദൈവം ഭാഷ കലക്കി ധാരാളം ഭാഷകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം ആയിരുന്നപ്പോൾ അവരെല്ലാവരും ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയി എന്നാണ് തിരുവചനം പറയുന്നത്. ലോകത്തിൽ 7139 ഭാഷകൾ ഒഫീഷ്യലായി സംസാരിക്കുന്നു എന്നാണ് കണക്ക്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഭാഷകൾ 22. അപ്പൊ ഈ ലോകത്തിൽ നിലവിൽ 7139 ഒഫീഷ്യലായിട്ടുള്ള ഭാഷകൾ നിലനിൽക്കുമ്പോൾ അന്യഭാഷ ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ വിഡ്ഢിത്വമാണ്. ഒരു വ്യക്തിക്ക് അറിയാത്ത ഭാഷ, വേറൊരു ഭാഷ, ആ വ്യക്തി ആത്മനിറവിൽ സംസാരിക്കുകയാണെങ്കിൽ അത് അന്യഭാഷയാണ്. അതാണ് മേൽപ്പറഞ്ഞ വാക്യങ്ങളെ കൊണ്ടെല്ലാം ഉദ്ദേശിച്ചത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഈ അന്യഭാഷയോടുള്ള ബന്ധത്തിൽ 12 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്? ഉത്തരം തിരുവചന വെളിച്ചത്തിൽ അതെ എന്നാണ്. ഒന്നാമത്തത്, പെന്തക്കോസ്തേ പെരുന്നാളിൽ യേശു 120 പേർ കർത്താവിൻ പറഞ്ഞ വാഗ്ദത്തം പ്രാപിപ്പാൻ വേണ്ടി യെരുശലേമിൽ മാളികമുറിയിൽ അവർ കൂടിയിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തേ പെരുന്നാളിൽ ആ 120 പേർ മേലും ഇറങ്ങുകയും അവരെല്ലാവരും ആത്മനിറവിൽ അന്യഭാഷകളെ സംസാരിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പെന്തക്കോസ്തേ പെരുന്നാളിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ
ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അതിന്റെ അടയാളമായി അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ യെരുസലേമിനെ ചുറ്റും 17 രാജ്യങ്ങളിലുള്ള 17 ഭാഷക്കാർ അന്ന് അവരെ ചുറ്റും പാർത്തിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന എല്ലാവരും ഗലിലയക്കാരാണ്, മറ്റുള്ള ഭാഷകൾ അറിയാത്തവർ. ആത്മാവിടെ മേൽ വന്നപ്പോൾ അവർക്കറിയാത്ത എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ കൂടി വന്ന ജനത്തിന്റെ ഭാഷ 17 പരം ഭാഷകളിൽ ഒരു ഭാഷ അറിയുന്ന ഗലിലയക്കാരായ ദൈവമക്കളിൽ അവർ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഈ അന്യഭാഷയിൽ സംസാരിച്ചത് ആത്മാവ് വന്ന് അവരെ നിറച്ച് എന്നുള്ളതിന്റെ അടയാളമാണ്. അഭിഷേകത്തിന്റെ അടയാളം അന്യഭാഷയായിരുന്നു. രണ്ടാമത്തത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതിയുടെ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് ചെന്ന് പ്രസംഗിച്ചപ്പോൾ ആ വീട്ടിൽ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയപ്പോൾ അവരും അന്യഭാഷകൾ സംസാരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. 6-ാം വാക്യത്തിൽ പൗലോസ് അവിടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. 120 പേർ കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു, പക്ഷെ അവിടെ പ്രവചനം പറഞ്ഞില്ല. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ച് പ്രവചിച്ചില്ല. എഫെസോസിലെ വിശ്വാസിയുടെ മേൽ പൗലോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇതിന്റെ വ്യത്യാസം മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എന്നുള്ളതിന്റെ അടയാളമായിരുന്നു അന്യഭാഷ എന്ന് പറയുന്നത്. പഴയ നിയമകാലത്തിലും പരിശുദ്ധാത്മാവിനെ ജനം പ്രാപിച്ചവരുണ്ട്. ആത്മാവ് പ്രാപിച്ചവർ അവർ അന്യഭാഷ സംസാരിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ മോശെ 70 മൂപ്പന്മാരെ സമാഗമന കൂടാരത്തെ ചുറ്റും നിർത്തി. ദൈവം മോശയിൽ നിന്ന് ആത്മാവിനെ എടുത്ത് 70 പേരുടെ മേലും ദൈവം വെച്ച് അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. പക്ഷെ അവിടെ അന്യഭാഷ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ 1 ശമൂവേൽ 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സൗൽ രാജാവാകുന്നതിന് മുൻപ് ദൈവം ശമൂവേലെ കൊണ്ട് അവനെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകം ചെയ്തതിനു ശേഷം അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവൻ ചെന്നപ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി. അവിടെ അന്യഭാഷ പറഞ്ഞില്ല, പക്ഷേ അവൻ പ്രവചനം പറഞ്ഞു എന്ന് അവിടെ കാണാം. അപ്പൊ ഇത്രയും കൂട്ടി വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ പഴയ നിയമത്തിൽ അന്യഭാഷയില്ല, എന്നാൽ അവർ പ്രവചനം പറഞ്ഞു.
എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിച്ചപ്പോൾ അന്യഭാഷ സംസാരിക്കുകയും ചെയ്ത് ചില സ്ഥലത്തിൽ അവർ പ്രവചനം കൂടെ ചേർത്ത് പറയുവാനിടയായി തീർന്നു. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 22-ാം വാക്യം. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കായി അല്ല, അത് അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുകയാണ്. അപ്പൊ അന്യഭാഷ വിശ്വാസികൾക്ക് അടയാളമായിരിക്കുന്നില്ല, മറിച്ച് അന്യഭാഷ മറ്റുള്ളവർക്ക്, അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഒന്നാമത്തെ ചോദ്യം, അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. ഇത്രയും വാക്യങ്ങളിൽ അന്യഭാഷ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ അടയാളമാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് നിങ്ങളോട് ഓർപ്പിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അന്യഭാഷ വരമാണോ? അന്യഭാഷ വരമാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതെ എന്ന് തന്നെയാണ്. ഒന്നാമത്തത് നമ്മൾ നേരത്തെ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. മലയാളത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങി എന്നാണ്. അവിടെ വരമെന്നുള്ള പദം കൊടുത്തിട്ടില്ല. എന്നാൽ തമിഴ് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അവർകളെല്ലാവരും പരിശുദ്ധാവിയിനാൽ നിരപ്പപ്പെട്ട് ആവിയാനവർ തങ്ങൾക്ക് തന്തരുളിന വരത്തിൻ പടിയെ വെവ്വേറു ഭാഷകളിൽ പേശ തുടങ്ങിനാர்கள். അന്യഭാഷ അവിടെ വരം എന്നാണ് എടുത്തു പറയും. മലയാളത്തിൽ അങ്ങനെയല്ല, ഇംഗ്ലീഷിലും അങ്ങനെയല്ല. തമിഴിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ആവിയാനവർ തങ്ങൾക്ക് തന്തരുളിന വരത്തിൻ പടിയെ വെവ്വേறு ഭാഷകളിൽ പേശ തുടങ്ങിനാர்கள். അപ്പൊ വിവിധ ഭാഷകൾ സംസാരിച്ചത് വരമാണ്. ഇവിടെ കാത്തിരുന്ന 120 പേരും ഗലീലയിലുള്ള ഭാഷ മാത്രമേ അറിയാവൂ, മറ്റുള്ള 17 ഭാഷകൾ അവർക്കറിയില്ല. മറ്റുള്ളവരുടെ ഭാഷയിൽ ഈ ഒരു ഭാഷ അറിയുന്ന ഗലീലക്കാരായ 120 പേർ സംസാരിച്ച അന്യഭാഷ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത വരമാണ്. ആത്മാവിന്റെ വരം എന്നതുപോലെ അന്യഭാഷയും വരം എന്നാണ് തമിഴ് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് തമിഴിലുള്ള സവിശേഷത? ഇതിനു മുൻപ് ഞാൻ 1-2 വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമം പുതിയ നിയമം എഴുതിയത് പ്രത്യേകം 3 ഭാഷകളിലായി. പഴയ നിയമം എബ്രായ ഭാഷയിലും, ദാനിയേൽ പ്രവചനത്തിന്റെ ചില ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലും, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതിയിരുന്നത്. അതിൽ നിന്ന് ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തി, അതിൽ നിന്ന് ഇംഗ്ലീഷും മറ്റുള്ള ഭാഷകളിലേക്കെല്ലാം പരിഭാഷപ്പെടുത്തിയിരുന്നു. എന്നാൽ തമിഴ് ഭാഷയാകട്ടെ എബ്രായ, ഗ്രീക്ക്, ലത്തീൻ എന്നുള്ള ഭാഷകളിൽ നിന്ന് നേരിട്ട് പരിഭാഷപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആശയക്കുഴപ്പം, ആശയവ്യത്യാസം തമിഴിൽ വരുന്നില്ല. അതുകൊണ്ടാണ് തമിഴ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അന്യഭാഷ വരം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ മലയാള ബൈബിളിൽ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുക. തമിഴ് പറഞ്ഞിരിക്കുന്നത് അന്യഭാഷ വരം എന്നാണ്. ഇനി രണ്ടാമത്തത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 46-ാം വാക്യത്തിൽ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ആയിരുന്ന ജനത്തിനുമേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയപ്പോൾ അന്യഭാഷ വരം കൊടുക്കപ്പെട്ടു എന്നാണ്. പ്രവൃത്തി 10-46 വാക്യം. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതിയുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദാനം നൽകിയപ്പോൾ ആ ദാനത്തിൽ കൂടി നൽകിയ ഒന്നാണ്
അന്യഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അന്യഭാഷയും വരത്തിൽ ഉൾപ്പെട്ട ഒന്നാണ്. എനിക്ക് അറിയാത്ത ഒരു ഭാഷയിൽ ആത്മനിറവിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന ഭാഷ എനിക്ക് അന്യഭാഷയാണ്. അത് ദൈവം എനിക്ക് തരുന്ന വരമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു വ്യക്തിക്ക് അറിയാത്ത ഭാഷ ദൈവത്തിന്റെ ആത്മനിറവിൽ സംസാരിക്കുന്നത്. അത് അന്യഭാഷയും തന്നെയുമല്ല, അത് ദൈവത്താൽ കൊടുക്കപ്പെടുന്ന വരവുമാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് തിരുവചനാടിസ്ഥാനത്തിലും അന്യഭാഷ എന്ന് പറയുന്നത് വരത്തിൽ ഉൾപ്പെട്ട വിഷയമാണ്. അതിനൊരു ചെറിയ ഒരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. വിദേശത്ത് നിന്ന് ഒരു ദേവദാസന്റെ ഭവനത്തിൽ ഒരു സായിപ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകനെ വിളിച്ച് ദൈവത്തിന്റെ ആലോചന ദൂത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള ദൈവദാസൻ നല്ലവണ്ണം ഇംഗ്ലീഷ് അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രവാചകനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. പക്ഷെ ആ പ്രവാചകനാകട്ടെ തമിഴ് വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല, എന്നാൽ പ്രസംഗിക്കും, പ്രവചനം പറയും. ഇംഗ്ലീഷ് എന്നുള്ള തമിഴക്ഷരമേ അറിയത്തില്ല, വായിക്കാൻ എഴുതാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ ഈ സായിപ്പിന് പ്രവചനം പറയുവാൻ, ദൈവാലോചന പറയുവാൻ വേണ്ടി ക്ഷണിച്ച് വീട്ടിൽ വരുത്തി. അങ്ങനെ വീട്ടിലുള്ള ദേവദാസനും വിദേശത്തിൽ വന്ന സായിപ്പും തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയ പ്രവാചകൻ ഒരുമിച്ച് കൂടിയിരുന്ന് ഈ സായിപ്പിന് ദൈവാലോചന പറയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ് പോലും വായിക്കാനും എഴുതാനും ഇംഗ്ലീഷും അറിയാത്ത ഈ ദൈവദാസനിൽ നിന്ന് സായിപ്പിന് മലയാളം ഇംഗ്ലീഷ് ഭാഷയിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുവാൻ ക്ഷണിച്ച ദൈവദാസനും അദ്ദേഹം ഇംഗ്ലീഷിന് അറിയാം, അതുകൊണ്ട് അദ്ദേഹം തയ്യാറായിരിക്കുകയാണ്. പക്ഷേ അല്പനേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ തമിഴ് പോലും വായിക്കാൻ അറിയാത്ത, ഇംഗ്ലീഷ് അറിയാത്ത ദൈവദാസൻ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സംസാരിച്ചത് എല്ലാം പച്ച ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ സായിപ്പിന് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഇംഗ്ലീഷ് അറിയാന്നുള്ള ആ വീട്ടിന്റെ ഉടമസ്ഥനായ ദൈവദാസൻ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഈ വായിക്കാൻ അറിയാത്ത ഈ ദൈവദാസൻ അന്യഭാഷ സംസാരിക്കുന്ന അത്രയും പച്ച ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യം വന്നില്ല. സായിപ്പ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ഇത് 1980-81 കാലങ്ങളിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, അന്യഭാഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ വരത്തോടുകൂടെ ചേർന്ന് അന്യഭാഷ എന്നുള്ളതും ഒരു വരമാണ്. അത് വരമായി ദൈവം നൽകിയിരിക്കുന്നു എന്ന് ബൈബിളിൽ വ്യക്തമാക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ ആത്മനിറവിൽ അന്യഭാഷ സംസാരിച്ചല്ലോ, ഈ അന്യഭാഷകളിൽ അവർ എന്താണ് സംസാരിച്ചത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം തിരുവചനം വായിക്കുമ്പോൾ എന്താണ് അവർ അന്യഭാഷ സംസാരിച്ചു എന്ന് പറഞ്ഞവർക്കും അറിയത്തില്ല, കേട്ട് നിന്നവർക്കും അറിയത്തില്ല. ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള രേഖയുമില്ല എന്താണ് സംസാരിച്ചത്. എന്നാൽ എന്താണ് സംസാരിച്ചു എന്നുള്ളതിന് രണ്ട് തിരുവചനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 11-ാം വാക്യം. നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 120 പേർ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി അവർ അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ അന്യഭാഷ എന്തെന്ന് സംസാരിച്ചവർക്കും മനസ്സിലായില്ല,
കേട്ടവർക്കും മനസ്സിലായില്ല. തിരുവചനത്തിൽ അവരെന്താണ് സംസാരിച്ചു എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ മഹത്വങ്ങളെ, ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിച്ചു എന്നാണ്. അതെന്താണ് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ, ദൈവത്തിന്റെ മഹത്വങ്ങൾ എന്താണ് അറിയുന്നില്ല. അപ്പോൾ ഒന്നവർക്ക് മനസ്സിലായി, കൂടി വന്നവർക്ക്, ഇത് കേട്ടവർക്ക് മനസ്സിലായി. അവർ സംസാരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വങ്ങളെയാണ്, ദൈവത്തിന്റെ വൻകാര്യങ്ങളെയാണ്. ആ വൻകാര്യങ്ങൾ ഏതാണ്, അതിന്റെ മർമ്മം എന്താണ് ഇന്ന് വരെയ്ക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അന്യഭാഷ സംസാരിച്ചവർക്കും എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒന്ന് മാത്രം വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവർ ദൈവത്തിന്റെ മഹത്വങ്ങളെ സംസാരിച്ചു. എന്തു മഹത്വങ്ങളെയാണ് സംസാരിച്ചത് വ്യക്തമല്ല. രണ്ടാമത്തത്, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 45-ാം വാക്യം. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതിയുടെ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പോൾ അവരെന്താണ് സംസാരിച്ചത്? ദൈവത്തെ മഹത്വീകരിച്ചു. അപ്പൊ ദൈവത്തിന്റെ മഹത്വ കാര്യങ്ങള്, ദൈവത്തിന്റെ വൻകാര്യങ്ങള് അവർ സംസാരിച്ചു. അവരെന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞത് വ്യക്തമല്ല. പക്ഷെ ഒന്ന് സത്യമാണ്, അവർ ദൈവത്തിന്റെ മർമ്മങ്ങള്, ദൈവത്തിന്റെ മഹത്വങ്ങള് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. രണ്ടാമത്തെ കാര്യങ്ങൾ 1 കൊരിന്ത്യർ 14:2 രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ ആത്മാവിനാൽ ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നാണ്. ആ മർമ്മങ്ങൾ എന്തെന്ന് അവർക്കറിയുന്നില്ല. പക്ഷെ ഒന്നേ യാഥാർത്ഥ്യമാണ്, അവർ ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിച്ചു കൊണ്ടിരുന്നു. അന്യഭാഷകളിൽ ദൈവത്തോടുകൂടെ സംസാരിച്ചത് ദൈവത്തിന്റെ മർമ്മങ്ങളെ സംസാരിക്കും. അതെന്താണ് മഹത്വം, അതെന്താണ് മർമ്മം, അതറിയുന്നില്ല. അതാണ്, അത് ദൈവം മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് അന്യഭാഷ ഇല്ല എന്നും അന്യഭാഷ എന്ന് പറയുന്നത് തെറ്റ് എന്നും പറയുന്നത് എത്ര വിഡ്ഢിത്വമാണ്. നാലാമത്തെ ചോദ്യം, അന്യഭാഷകളിൽ ഈ സംസാരിച്ചവർ ആരോടാണ് സംസാരിച്ചത്? അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർക്ക് ലേഖനം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആത്മാവിന്റെ നിറവിൽ അന്യഭാഷകൾ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. മനുഷ്യരോട് സംസാരിക്കാൻ അന്യഭാഷയുടെ ആവശ്യമില്ല. മനുഷ്യനോടല്ല അവൻ സംസാരിക്കുന്ന, മറിച്ച് അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ദൈവത്തോടു കൂടെയാണ് സംസാരിക്കുന്നത്. അതാരും മറന്നു പോകേണ്ട. ദൈവത്തോട് സംസാരിക്കുക. എന്ത് സംസാരിച്ചു, അതെങ്ങനെയാണ് സംസാരിച്ച്, അതെങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, കുരുട്ട് ചോദ്യങ്ങളൊന്നും തിരുവചന വെളിച്ചത്തിൽ പ്രശസ്തിയല്ല. അവൻ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അന്യഭാഷകൾ സംസാരിച്ചവൻ ദൈവത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് സംസാരിച്ചു. അവൻ അത് ദൈവത്തോടുകൂടെയാണ് സംസാരിക്കുന്നത്. ദൈവത്തോടുകൂടെ സംസാരിക്കാൻ ആരുടെ ലൈസൻസിന്റെ ആവശ്യമില്ല, ആരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമത്തെ പ്രധാന ചോദ്യം, അന്യഭാഷകൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ, ഗ്രഹിപ്പാൻ കഴിയുമോ? തിരുവചനം പറയുന്നത് ഗ്രഹിപ്പാൻ കഴിയുകയില്ല, മനസ്സിലാകുകയില്ല. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ
എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഫാർസിൻ. അപ്പോൾ ദാനിയേൽ 5:25 വാക്യത്തിൽ ബെൽഷസ്സാർ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ചുവരിൽ സ്വർഗത്തുനിന്ന് ഒരു കൈപ്പത്തി എഴുതി മെനെ മെനെ തെക്കേൽ ഉഫാർസീൻ എന്നുള്ള പദം എഴുതി. അവിടെ ആയിരുന്ന രാജാവിനത് മനസ്സിലായില്ല, അവൻ അന്യഭാഷ. കൂടി സദസ്സിലിരുന്ന ആർക്കും അത് മനസ്സിലായില്ല, അവർക്കെല്ലാം അറിയാത്ത ഒരു ഭാഷയാണ്. കൈപ്പത്തി എഴുതിയ അക്ഷരം അത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ബെൽഷസ്സാർ രാജാവ് ആകാംക്ഷയോട് അതിനെ വായിക്കത്തക്കവൻ ആരാണെന്ന് തിരക്കി. അങ്ങനെ ദാനിയേലിനെ അവിടെ കൊണ്ടുവന്നു. ദാനിയേലിനെ കൊണ്ടുവന്നപ്പോൾ അവൻ അതേ വായിച്ചു. മെനെ മെനെ തെക്കേൽ ഉഫാർസിൻ എന്നുള്ള വാക്യത്തെ അവൻ വായിച്ച് അതിന്റെ വ്യാഖ്യാനത്തെയും ദാനിയേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മെനെ എന്നുള്ള പദം അരാമിയ ഭാഷയുള്ള വാക്കാണ്. എബ്രായ ഭാഷയോട് വളരെ ബന്ധമുള്ള ഒരു സെമിറ്റിക് ഭാഷയാണ് അരാമ്യ ഭാഷ. ഈ അരാമ്യ ഭാഷയാകുന്ന ദൈവത്തിന്റെ കൈപ്പത്തി എഴുതിയ അക്ഷരം മെനെ മെനെ തെക്കേൽ ഉഫാർസിൻ. ദാനിയേലിന് ആ ഭാഷ അറിയുന്നത് കൊണ്ട് അവൻ അതിനെ വായിച്ച് വ്യാഖ്യാനം ചെയ്തു കൊടുക്കുകയാണ്. പണ്ടൊരിക്കൽ ഈ വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഈ മെനെ മെനെ തെക്കേൽ ഉഫാർസിൻ എന്നുള്ള പദം വ്യാഖ്യാനം താഴെ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ വേറെ ഒരു വ്യക്തി അത് എങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മോനെ തെക്കേ തിക്കിൽ ഒപ്പു കാണാൻ കഴിയും എന്നാണ് വ്യാഖ്യാനം കൊടുത്തത്. കാരണം അവൻ അറിയില്ല, ബൈബിൾ വ്യാഖ്യാനം കൊടുത്തിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും അവൻ അത് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ പറയുകയാണ്, മോനെ മോനെ തെക്കേ തിക്കിൽ ഉപ്പ് കാണാൻ കഴിയുമെന്ന്. അപ്പോൾ അന്യഭാഷയെ വ്യക്തമായി അറിയാത്തവർ ഇതുപോലെ പല ദിക്കിലും പല നിലയിലും വ്യാഖ്യാനിക്കാൻ ഇടയായിത്തീരും. മെനെ മെനെ എന്ന വാക്കിന്റെ അർത്ഥം, മെനെ എന്ന് പറഞ്ഞാൽ എണ്ണിയിരിക്കുന്നു, എണ്ണിയിരിക്കുന്നു. രണ്ട് തെക്കേൽ എന്ന് പറഞ്ഞാൽ നിർത്ത്, ഉപാസൻ എന്ന് പറഞ്ഞാൽ വിവാഹിക്കപ്പെട്ട്. ഇത്രയേ ഉള്ളു. എണ്ണി എണ്ണി നിർത്ത് വിവാഹിക്കപ്പെട്ടു. ഇതാണ് മെനെ മെനെ തെക്കേൽ ഉപാസൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതിനെ ദാനിയേൽ വളരെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് രാജാവിന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തലിത്താഹൂമി എന്നുള്ള പദം ഉപയോഗിച്ച് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലിഥ ഖൂമി എന്ന് അവളോട് പറഞ്ഞു. മരിച്ചുപോയ ഒരു ബാലികയെ കർത്താവ് എഴുന്നേൽപ്പിക്കുമ്പോൾ ഉപയോഗിച്ച ഒരു വാക്കാണ് തലിഥ ഖൂമി. ഇതും ഒരു അരാമ്യ ഭാഷയിൽ ഉൾപ്പെട്ട വാക്കാണ്. തലിഥ ഖൂമി എന്നുള്ള വാക്കിന്റെ അർത്ഥം അവിടെ തന്നെ പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. ബാല് എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇനി മൂന്നാമത്തത്, യേശുക്രിസ്തു ക്രൂസിൽ കിടക്കുമ്പോൾ പറഞ്ഞ വാക്ക് മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ക്രൂസിൽ യേശു പിതാവിനോട് നിലവിളിക്കുകയാണ്, ഏലി ഏലി ലാമ ശബക്താൻ. അതിന്റെ അർത്ഥം, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്. കേട്ടുകൊണ്ടിരുന്നവർക്ക് ആ ഭാഷ മനസ്സിലായില്ല. ഇതും അരാമ്യ ഭാഷയാണ്, അത് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ വ്യാഖ്യാനിക്കുകയാണ് യേശു കർത്താവ് ഏലിയാവിനെ വിളിക്കുന്നെന്നാണ്. അപ്പോൾ തിരുവചനത്തിൽ
അന്യഭാഷയിൽ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ, ഗ്രഹിപ്പാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ഭാഷ അറിയാത്തവർക്ക് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. ചാരീസ് ക്യൂമിൻ കായ് എയ്രേനെ അപ്പോ തിയു പട്രോസ് ഹെമോൻ കായ് കുരിയു യേശു ക്രിസ്തു. ഗ്രീക്ക് ഭാഷ പദമാണ്. ഇതാർക്ക് മനസ്സിലായോ? ഗ്രീക്ക് ഭാഷ അറിയാത്തവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ ഗ്രീക്ക് പഠിച്ചവർക്ക് വ്യക്തമായി മനസ്സിലാവും. അത് ബൈബിൾ എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ള വാക്യമാണ് നേരത്തെ പറഞ്ഞ ഗ്രീക്ക് വാക്യം. തമിഴിൽ ഒരു പദപ്രയോഗത്തെ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മാനിടരെ മന്നിക്കും മനമുള്ളോർ മാനിലത്തിൽ നീടൂടി ഉയർവാഴ്വാരങ്ക്. മനമേ മറന്നിടാതെ മറ്റവർ ചെയ്യും നന്മകളെ പരമ്പൊരുൾ ഈന്താരേ ഉനക്കും എണ്ണറ്റ നന്മകൾ. ഈ പദപ്രയോഗം ആർക്കൊക്കെ മനസ്സിലായി? തമിഴ് നല്ലവണ്ണം പഠിച്ചവർക്ക് ആ പദം മനസ്സിലാക്കാൻ കഴിയും. എന്ന് മറ്റുള്ള ഭാഷക്കാർക്ക് ഇത് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. മലയാളം അറിയുന്നവർക്ക് ഇത് അല്പ ബുദ്ധിമുട്ടാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: മാനിടരെയും മന്നിക്കും മനമുള്ളോർ, മനുഷ്യനെ ക്ഷമിക്കുന്ന ഹൃദയം ഉള്ളവർ, മാനിലത്ത് നീടൂളി ഉയിർ വാഴ്വാരങ്ക്. ഇക ലോകത്തിൽ ദീർഘകാലം അവർ ജീവിക്കും. മനമേ മറന്നിടാതെ മറ്റവർ ചെയ്യുന്ന നന്മകളെ. ഹൃദയമേ മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരങ്ങളെ ഒന്നും നീ മറക്കരുത്. പരമ്പൊരുൾ ഈന്താരേ ഉനക്കും എണ്ണറ്റ നന്മകൾ. സ്വർഗത്തിലെ ദൈവം നിനക്കും ധാരാളം നന്മകൾ ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അർത്ഥം പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഞാൻ പറഞ്ഞ തമിഴ് പദങ്ങൾ മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് കഴിയുകയില്ല, അവർക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഗ്രഹിപ്പാൻ കഴിയുമോ, മനസ്സിലാക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ഭാഷ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അത് അന്യഭാഷ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 6ാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ അന്യഭാഷയുടെ പ്രയോജനം എന്താണ്? അന്യഭാഷ എന്താണ് സംസാരിച്ചത് എന്ന് അവർക്ക് അറിയുന്നില്ല എന്ന് നേരത്തെ ഓർപ്പിച്ച്, ആരോട് സംസാരിച്ചെന്നുള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നത് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ അന്യഭാഷ പറഞ്ഞത് അവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ അന്യഭാഷയുടെ പ്രയോജനം എന്താണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, 1, അവൻ ദൈവത്തോടുകൂടെ സംസാരിക്കും. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല. അവർ സംസാരിക്കുന്നത് അവർ മനുഷ്യരോടല്ല, അവർ ദൈവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ദൈവാത്മാവെന്ന വരം പ്രാപിച്ചവർക്ക് അന്യഭാഷ വരം അവർക്ക് ലഭിച്ചുവെങ്കിൽ ആ അന്യഭാഷ വരത്തോട് ദൈവത്തോടുകൂടെ സംസാരിക്കുന്നത് അവർക്ക് അത് പ്രയോജനമായിരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് എന്ത്? അവർ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തോടുകൂടെ അവർ സംസാരിക്കുന്നു. നീ ദൈവത്തോടുകൂടെ സംസാരിക്കാൻ വേണ്ടി ആരോടെങ്കിലും അനുവാദം ചോദിക്കണമോ? അത് ലൈസൻസ് വാങ്ങണമോ? അതോ സർട്ടിഫിക്കറ്റ് വാങ്ങണമോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അവർ ദൈവത്തോട് സംസാരിക്കും. അതുകൊണ്ട് അന്യഭാഷ ഇല്ല എന്ന് വാദിക്കുന്നത് വിഡ്ഢിത്തരമാണ്. 2ാമത്തെ പ്രയോജനം, അതേ 1 കൊരിന്ത്യർ 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു.
അന്യഭാഷകൾ ദൈവത്തോടുകൂടെ സംസാരിക്കുന്നവൻ ദൈവത്തോടുകൂടെ മർമ്മങ്ങളെ സംസാരിക്കുന്നത് കൊണ്ട് അവൻ തിരിച്ചറിയുന്നില്ലെങ്കിലും മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ലെങ്കിലും ഒരു കാര്യം പ്രത്യക്ഷമായി അവിടെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പൊ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തണമെങ്കിൽ അവൻ ദൈവത്തോട് സംസാരിക്കേണ്ടതല്ലേ? അന്യഭാഷ സംസാരിക്കേണ്ടതല്ലേ? മറ്റുള്ളവർക്ക് ആത്മീക വർധനവ് ഉണ്ടാകുന്നുവോ ഉണ്ടാകുന്നില്ലായോ? അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനം അവന് ഉണ്ടാകുന്നത് കൊണ്ട് അവൻ അന്യഭാഷ സംസാരിക്കേണ്ടത് അവന് അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, അന്യഭാഷ എന്നുള്ളത് വിശ്വാസികൾക്ക് അടയാളമല്ല, അവിശ്വാസികൾക്ക് അത് അടയാളമായിരിക്കുകയാണ്. അതേ 1 കൊരിന്ത്യർ 14-22 അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക് അത്രേ. അങ്ങനെയാണ് 120 പേരുമേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ഈ 120 പേരും അന്യഭാഷ സംസാരിച്ചത് ആ അവിശ്വാസികൾക്ക് അടയാളമായിരുന്നു. അപ്പോൾ ജാതികൾക്ക് അവിശ്വാസികൾക്ക് അടയാളമായിരിക്കാൻ വേണ്ടിയാണ് ആത്മാവിന്റെ നിറവിൽ അവർ അന്യഭാഷ സംസാരിക്കുന്നത്. അന്യഭാഷയുടെ പ്രയോജനം, ഒന്ന്, അവർ ദൈവത്തോട് സംസാരിക്കും. അവരെന്ത് സംസാരിക്കും മറ്റുള്ള അറിയേണ്ട ആവശ്യമില്ല. 2, തനിക്ക് തന്നെ ആത്മീക വർധനവും അവന് ഉണ്ടാകും. അത് മറ്റുള്ളവരുടെ ലൈസൻസ് വേണ്ട ആവശ്യമില്ല. 3, അത് ജാതികൾക്ക്, രക്ഷിക്കപ്പെടാത്തവർക്ക് അത് അടയാളമായിരിക്കുകയാണ്. 7ാമത്തെ ചോദ്യം, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുണ്ടോ? ഉത്തരം, ഇല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. 1 കൊരിന്ത്യർ 12-ാം 30-ാം എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നുവോ? എല്ലാവർക്കും രോഗശാന്തി വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? അതിന്റെ അർത്ഥം, ഓരോരുത്തർക്കും ദൈവം ഓരോ കൃപകൾ കൊടുക്കുന്നു. പ്രവചനം, അന്യഭാഷ, വ്യാഖ്യാനം, ശ്രേഷ്ഠമായുള്ള പല വരങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്. അത് ആ കൂട്ടത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നില്ല. പിന്നെ ആരാണ് സംസാരിക്കുന്നത്? ആത്മാവിന്റെ വരം ലഭിച്ചവർ, അന്യഭാഷ വരം ലഭിച്ചവർ അന്യഭാഷ സംസാരിക്കും, മറ്റുള്ളവർ സംസാരിക്കില്ല. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് അന്യഭാഷ വരം ലഭിച്ചവർ അന്യഭാഷ സംസാരിക്കും, അന്യഭാഷ വരം ലഭിക്കാത്തവർ അന്യഭാഷ സംസാരിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. 8ാമത്തെ ചോദ്യം, അന്യഭാഷ ദൂതന്മാരുടെ ഭാഷയാണോ? ഉത്തരം, ഇല്ല എന്നാണ് പറയേണ്ടത്. 1 കൊരിന്ത്യർ 13-ാം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുവനും ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. 1 കൊരിന്ത്യർ 13-ാം പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അന്യഭാഷ സംസാരിച്ചാലും ശരി, ഒരുപക്ഷെ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് അവിടെ പറഞ്ഞ് വിശദീകരിക്കുകയാണ്. അപ്പൊ അന്യഭാഷ ദൂതന്മാരുടെ ഭാഷ എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൂതന്മാരുടെ ഭാഷ ഏതെന്ന് അറിയത്തുമില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ സ്വർഗത്തിൽ പറയുന്ന ഒരു ഭാഷ ഉണ്ട്. ആ ഭാഷയുടെ പേര് ഹല്ലേലൂയ എന്നുള്ളതാണ്. ഈ ഹല്ലേലൂയ എന്നുള്ള പദം സ്വർഗത്തിലും ഭൂമിയിലും ഒന്നുപോലെ അറിയപ്പെടുന്ന ഭാഷയാണ്. ഈ ഹല്ലേലൂയ എന്ന പദം സ്വർഗീയ ഭാഷ ഉൾപ്പെട്ട പദമാണ്. പക്ഷെ ദൂതന്മാരുടെ ഭാഷ ഏതെന്ന് വ്യക്തമല്ല. അന്യഭാഷ ദൂതന്മാരുടെ ഭാഷയാണോ എന്നുള്ളതും ബൈബിൾ വ്യക്തമല്ല. എന്റെ ആശയത്തിൽ അന്യഭാഷ എന്ന് പറയുന്നത് ദൂതന്മാരുടെ ഭാഷ ആയിരിക്കാൻ ചാൻസ് ഇല്ല.
കാരണം ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ തക്കവണ്ണം കൊടുത്ത വരപ്രകാരം അവർ അന്യഭാഷ സംസാരിക്കുന്നതാണ്. ഇനി 9ാമത്തെ ഒരു ചോദ്യം, കള്ളൻ പറഞ്ഞ അന്യഭാഷയാണോ? കള്ളൻ അന്യഭാഷ പറഞ്ഞല്ലോ. ഒരു വീഡിയോ ക്ലിപ്പിൽ ഇങ്ങനെ കാണാനിടയായി. മോഷ്ടിക്കാൻ പോയ ഒരു വ്യക്തി അവൻ അന്യഭാഷകളിൽ സംസാരിച്ച് മോശം നടത്തുക. അപ്പൊ ഇതിനെ കണ്ട വ്യക്തികൾ പലരും പറഞ്ഞ് കേട്ടത്, മോഷ്ടിക്കാൻ പോയ കള്ളനും അന്യഭാഷ പറയുന്നുണ്ടല്ലോ, പിന്നെ ഏത് അന്യഭാഷ എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. ഈ മോഷ്ടിക്കാൻ പോയ കള്ളൻ അന്യഭാഷ പറഞ്ഞുവെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം നേരത്തെ രക്ഷിക്കപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച അന്യഭാഷ സംസാരിച്ച വ്യക്തി പിന്നീടത്തിൽ പിന്മാറ്റത്തിൽ പോയി അവൻ വീണ്ടും മോഷണത്തിൽ പോയി കാണും. അതുകൊണ്ട് അവൻ അന്യഭാഷ സംസാരിക്കാം. രണ്ടാമത്തത്, അത് അല്ല എങ്കിൽ അവൻ ആരെങ്കിലും പറഞ്ഞ അന്യഭാഷകളെ കാണാതെ പഠിച്ചിരിക്കുകയാണ്. കാരണം മറ്റുള്ളവരെ ഫൂളാക്കാൻ വേണ്ടി അവൻ അങ്ങനെ ചെയ്തിരിക്കാം. കള്ളനും അന്യഭാഷ പറഞ്ഞല്ലോ മോഷ്ടിക്കാൻ പോകാൻ. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതൊക്കെയും കള്ളന്മാർ പറഞ്ഞ അന്യഭാഷയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് എത്ര വെട്ടിത്തരം. 10ാമത്തെ ചോദ്യം, ഇന്ന് സഭകളിൽ അന്യഭാഷ സംസാരിക്കുന്നത് യഥാർത്ഥമായി തിരുവചന അടിസ്ഥാനത്തിൽ ശരിയായിരിക്കുമോ? ഇതൊരു നല്ല ചോദ്യമാണ്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അന്യഭാഷ എന്നുള്ള ആത്മനിറവിലുള്ള വരം, ആ വരം ലഭിച്ചവർ അവർ അന്യഭാഷ സംസാരിക്കും. മറ്റുള്ളവർക്ക് അന്യഭാഷ സംസാരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവർ ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവത്തിന് ശരിയായിരിക്കും, അവർക്കും ശരിയായിരിക്കും. കേൾക്കുന്നവർക്ക് ശരിയാകുന്നില്ല എന്ന് വെച്ച് അത് ശരിയല്ല എന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നത് അവർക്ക് ആ വരം ലഭിച്ചവർ സംസാരിക്കുന്നത് ശരിയാണ്. 11ാമത്തെ ചോദ്യം, ചിലരാകട്ടെ പറയുന്ന ഒരു വാക്ക് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? ചിലരെ സംബന്ധിച്ച് അത് ശരിയാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങളെ ബൈബിൾ വായിച്ച് കേൾപ്പിച്ചു, അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന്റെ മഹത്വങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ അന്യഭാഷകളിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വീണ്ടും അവർ ആവർത്തിച്ച് ആ പദപ്രയോഗം ഉപയോഗിച്ചെന്ന് വരും. ഉദാഹരണത്തിന്, പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവേ നിനക്ക് സ്തോത്രം, കർത്താവേ നിനക്ക് സ്തോത്രം, കർത്താവേ നിന്നെ മഹത്വപ്പെടുത്തുന്നു, കർത്താവേ നിനക്ക് സ്തോത്രം, ദൈവമേ അങ്ങേക്ക് മഹത്വം, ദൈവമേ അങ്ങേക്ക് മഹത്വം, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് ആവർത്തിച്ച് ഒരേ വാക്ക് ഉപയോഗിക്കുന്നില്ലേ? അതുപോലെ അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു വാക്ക് പലവട്ടം ആവർത്തിച്ചെന്ന് വരും. അതിനെ ഇനി വ്യാഖ്യാനിച്ചവരോട് പറയേണ്ട വല്ല ആവശ്യമൊന്നുമില്ല. കാരണം അവർ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുന്നു. ആവർത്തിച്ച് ആ വാക്കുകൾ അവർ ഉപയോഗിച്ചെന്ന് വരും. 12ാമത്തെ ചോദ്യം, അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെ തടുക്കാമോ, തടസ്സം ചെയ്യാമോ? തിരുവചനം പഠിക്കുമ്പോൾ സഭകളിൽ അന്യഭാഷകൾ സംസാരിക്കുന്നതിനെ തടുക്കരുത് എന്നാണ് വചനം പറയും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 39-ാം വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്, സകലവും ഉചിതമായി ക്രമമായും നടക്കട്ടെ.
ആ അധ്യായം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അന്യഭാഷയേക്കാൾ പ്രവചനം ശ്രേഷ്ഠമാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ, പ്രവചനം കേൾക്കുമ്പോൾ തന്റെ തെറ്റിനെ, കുറവുകളെ കണ്ട് അവൻ ഉടൻ ദിവസം കടന്നു ഇടയെത്തീരും. എന്നാൽ വെറുതെ അന്യഭാഷകൾ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണർവുണ്ടാകുന്നില്ല എന്ന് പൗലോസ് അവിടെ വായിച്ചുകൊണ്ട് അവസാനം പറയുകയാണ്, സഭകളിൽ അന്യഭാഷകൾ സംസാരിക്കുന്നതിനെ തടുക്കരുത്, വിലക്കരുത്, വിലക്കുകയും അരുത്. അതിനാൽ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അന്യഭാഷകൾ സംസാരിക്കുന്നത് ആർക്കും വിലക്കുവാൻ, തടുക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഈ എഴുതിയിരിക്കുന്ന ഈ 1 Corinthians 14:39 വാക്യത്തിന് വിരോധമായിരിക്കും. പരിശുദ്ധാത്മാ എഴുതപ്പെട്ട വാക്യത്തിന് വിരോധമായിരിക്കും എന്നുള്ള സംശയവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആത്മാവിന്റെ നിറവിൽ അന്യഭാഷകൾ സംസാരിക്കുന്നത് അവർ ദൈവത്തോട്, ദൈവത്തിന്റെ മഹത്വങ്ങളെ സംസാരിക്കുന്നു. ആയതിനാൽ നമുക്ക് അവർക്ക് ആരെയും തടുക്കുവാൻ കഴിയുകയില്ല. വളരെ ചുരുക്കമായി, അന്യഭാഷ വരമാണോ? അന്യഭാഷകളെ കുറിച്ചുള്ള 12 ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാൻ ഇടയെത്തിയിരുന്നു. ഈ വാക്യങ്ങളെല്ലാം വീണ്ടും നിങ്ങൾ വ്യക്തമായി വായിച്ച് ഗ്രഹിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ആ കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ ആ കൃപകളിൽ ആത്മീക വർധനം വർദ്ധിച്ചുകൊണ്ട് ദൈവത്തോട് സംസാരിച്ച് ആത്മീയമായി വളർന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നാളുകൾ ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോട് ഇവിടെ ഞാൻ കുത്തിടുന്നു. അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരയ്ക്കും കർത്താവ് നമ്മെല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ. മാരനാഥ. May God bless you.